ഇന്ന് ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് 2 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ മകൻ ചാണ്ടിയുമ്മൻ ഒരു വിപ്ലവത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിനെയും കടത്തിവെട്ടിക്കൊണ്ട് 12 വീടുകളുടെ താക്കോൽ കൈമാറ്റം നടത്തുകയാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽ കൈമാറ്റവും KPCC ആരംഭിക്കുന്ന ജീവകാരുണ്യ പദ്ധതി സ്മൃതി തരംഗത്തിന്റെ ഉദ്ഘാടനവും രാഹുൽ ഗാന്ധിയാണ് നിർവഹിക്കുന്നത്. ഇവിടെ വയനാട് പുനരധിവാസം നടത്താൻ വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പണപ്പിരിവ് നടത്തി വിവാദങ്ങൾ ഉണ്ടാക്കിയ ഇടയ്ക്കാണ് ചാണ്ടിയുമ്മൻ വീട് പണിത് പൂർത്തിയാക്കി താക്കോൽ കൈമാറ്റം നടത്തുന്നത്. മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിൽ 2.80 കോടി രൂപയും സ്പോൺസർഷിപ്പ് തുകയും ശേഖരിച്ച് 30 വീടുകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ച് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും 2 ലക്ഷം രൂപ ശേഖരിക്കുകയും ചെയ്തുവെന്ന ഖ്യാതി യൂത്ത് കോൺഗ്രസിന്റെ തലയിൽ ഇരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി മരിച്ച 2 വർഷങ്ങൾക്കിപ്പുറം ചാണ്ടിയുമ്മൻ വീട് നൽകുന്നത്. ഇത് ചാണ്ടിയുമ്മന്റെ ഗ്രാഫ് ഉയർത്തുമെന്നതിൽ തർക്കമേയില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ ചാണ്ടിയുമ്മൻ സ്റ്റാറായി മാറി എന്നുള്ളതാണ് സത്യം. നിലമ്പൂരിൽ മറ്റുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന വെല്ലുവിളിയും വോട്ട് അഭ്യർത്ഥനയും നടത്തിയപ്പോൾ 3000-ലധികം വീടുകൾക്കപ്പുറം കയറി വോട്ട് ചോദിച്ചാണ് ചാണ്ടിയുമ്മൻ ഗോൾ അടിച്ചത്. അത്തരത്തിൽ വലിയ രീതിയിൽ കോൺഗ്രസിൽ ചാണ്ടിയുമ്മന്റെ ഗ്രാഫ് ഉയർന്ന സംഭവമായിരുന്നു നിമിഷപ്രിയയുടെ കാര്യത്തിലും ഉണ്ടായത്. അമേരിക്കൻ സ്പീക്കർക്ക് പോലും കത്തെഴുതി ബ്രിട്ടനിലെ മലയാളി MP പോയി കണ്ടു. കേന്ദ്ര സർക്കാരിനെ ഇടപെടിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെയും കണ്ടു. അങ്ങനെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇറങ്ങിയ ചാണ്ടിയുമ്മൻ ജനഹൃദയങ്ങൾ കവർന്നെടുത്തു. മികച്ച ഭൂരിപക്ഷത്തോടെ പുതുപ്പള്ളിക്കാർക്കിടയിൽ നിന്നും ചാണ്ടിയുമ്മൻ വിജയിച്ചു കയറിയപ്പോഴൊന്നും കോൺഗ്രസ് അത്ര കണ്ട് ചാണ്ടിയുമ്മനെ ഉയർത്തി കാണിച്ചിരുന്നില്ല. പക്ഷേ സ്വയം ചാണ്ടിയുമ്മൻ ഉയർന്നു വന്നിരിക്കുകയാണ്. പക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ 3000 വീടുകൾ ഒറ്റയ്ക്ക് കയറി കരുത്ത് കാട്ടി ചാണ്ടിയുമ്മനെ നേതാക്കൾക്ക് അംഗീകരിക്കാതെ നിർവാഹമില്ലാതെ വന്നു. ഇവിടെയാണ് പ്രതിപക്ഷ നേതാവ് കൃത്യം പോയിന്റിൽ ചാണ്ടിയുമ്മനെ ഉയർത്തി കാണിച്ചുകൊണ്ട് 2ാം നിര മിഷൻ 2026 നിയോഗിച്ചത്. പാലക്കാട് മാങ്കൂട്ടത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടിയുമ്മന് പാലക്കാട്ടേക്ക് അധികം കണ്ടില്ല. പകരം വയനാട്ടിലായിരുന്നു ചാണ്ടിയുമ്മൻ. ഇത് പല രൂപത്തിൽ വിവാദപരമായ ചർച്ചയ്ക്ക് നയിച്ചിരുന്നുവെങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പോടെ അജയനായി നേതാവായി മാറിയത് ഒന്ന് VS ജോയി, മറ്റൊന്ന് ചാണ്ടിയുമ്മനുമായിരുന്നു. ചാണ്ടി സ്റ്റൈൽ എന്നത് ഉമ്മൻചാണ്ടിയുടെ തനി പകർപ്പാണ്. അതിവേഗം ബഹുദൂരം എന്ന പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്ത് ചാണ്ടിയുമ്മൻ ഒരു നേതാവായി മാറിയത്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം കോൺഗ്രസ് A ഗ്രൂപ്പ് പല വഴിക്കായിരുന്നു. ബെന്നി ബെഹനാൻ, KC ജോസഫ്, K ബാബു, T സിദ്ദിഖ്, PC വിഷ്ണുനാഥ് തുടങ്ങി ഉമ്മൻചാണ്ടിയെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന എല്ലാ നേതാക്കളും ഇപ്പോൾ പല വഴിക്കായിരുന്നു. പ്രത്യേകിച്ച് ഷാഫിയും PC വിഷ്ണുനാഥും അടക്കമുള്ള യുവനിര ഒരു വശത്തും K ബാബുവും ബെന്നി ബെഹനാൻ അടക്കമുള്ള മൂത്ത നിര മറ്റൊരു ഭാഗത്തും നിലകൊള്ളുകയായിരുന്നു. T സിദ്ദിഖ് ഇതിനിടയിൽ KC ഫാനായി മാറിയെന്നും പറയാം. ചുരുക്കത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം A ഗ്രൂപ്പിനെ ഒരുമിപ്പിച്ച് ചേർത്ത് നിർത്താൻ പാകത്തിന് ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. ഷാഫി ഒരു തരംഗമായി ഉയർന്നു നിൽക്കുമ്പോഴും A ഗ്രൂപ്പ് നേതാക്കൾക്കൊപ്പമല്ല, പകരം VD സതീഷിന് കൂടെയാണ് അവർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ A ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് ഷാഫിക്കപ്പുറത്ത് ചാണ്ടിയുമ്മൻ ഉയർന്നു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പിന് ചാണ്ടിയുമ്മന് ഗുണം തന്നെ ചെയ്യും. നിർണായകമായ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് തങ്ങളുടെ കേഡർമാരെ സജ്ജമാക്കുന്നതിനുള്ള അവസരമായിട്ട് പാർട്ടി പുതുപ്പള്ളിയിൽ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തിരിക്കും. ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പാർട്ടിയുടെ അണികൾക്ക് ഊർജം പകരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ഇതിനകം തന്നെ നമ്മുടെ പ്രവർത്തകരുടെ മനോവീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാഹുലിന്റെ സാന്നിധ്യം കോൺഗ്രസ് അണികൾ കൂടുതൽ ഊർജം പകരുമെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുകയാണ്.